പണ്ടുള്ളവർ പറയാറില്ലേ, ഒത്തിരി ചിരിക്കരുത്, ചിരിച്ചു കഴിഞ്ഞാൽ അവസാനം കരയേണ്ടി വരുമെന്ന്. സത്യമാണെന്നേ. ഒത്തിരി ചിരിച്ചും ഒത്തിരി സന്തോഷത്തോടെ ഇരുന്ന് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ അതെനിക്ക് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സന്തോഷവും ചിരിയെല്ലാം അവസാനിച്ചത് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വാർഡിലാണ്. പീഡിയാട്രിക് വാർഡെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? അതെ, മോൾക്ക് വയ്യാതിരിക്കുമായിരുന്നേ. ഷോർട്സിലൊക്കെ പലരും കമൻറ്റ് ഇട്ട് ചോദിച്ചത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല, മോൾക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ മോൾക്ക് എന്താണ് പറ്റിയെന്ന് വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പം അത് അറിയുന്നതിനെക്കാട്ടി മുമ്പേ മോളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണേ. എങ്കിലേ ഇപ്പോൾ അവൾക്ക് വയ്യാതെ വന്നതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഓർക്കും അയ്യോ ഇത് ഇത്രയല്ലേ ഉള്ളൂ, നോർമൽ അല്ലേ എന്ന്. അപ്പം മോള് പ്രസവിക്കുന്നത് ഒരു 6.5 മാസത്തിലേക്കായി. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്ബാക്കാനും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മോള് ജനിക്കുന്നത് 6.5 മാസത്തിലാണേ. മാസം തികയാതെയാണ് അവളെ പ്രസവിക്കുന്നത്. എല്ലാ അമ്മമാരെ പോലെയും പ്രസവിക്കാമെന്ന് വെച്ച് കഴിയുമ്പോഴേ കുഞ്ഞിനെ കാണാമെന്ന് വെച്ചപ്പോൾ എൻ്റെ വിചാരം നല്ല തക്കിടും മുണ്ടൻ വലിയ കവിളൊക്കെയുള്ള ഒരു 3-3.5 കിലോ തൂക്കമുള്ള ഒരു കുട്ടിയായിരിക്കുമെന്നായിരുന്നൊക്കെ എൻ്റെ വിചാരം. ഗർഭിണിയായിരുന്ന സമയത്ത് യൂട്രസിന് ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് മാസം തികയാതെ പ്രസവിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിറച്ചും ആഹാരമൊക്കെ കഴിക്കുമായിരുന്നു, കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവണമെന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ പെട്ടെന്ന് പ്രസവിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞിനെ കാണാൻ കഴിയുന്നത്. അതുവരെ ICUവിലായിരുന്നു. പാല് കുടിക്കത്തില്ലായിരുന്നു, വലിച്ച് നമ്മൾ പാല് കളക്ട് ചെയ്തിട്ട് കൊടുക്കണം. അവർ ആദ്യം ട്യൂബ് വഴി കൊടുക്കും, അതിനുശേഷം അതല്ലാതെ അവർ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ നിൽക്കുന്ന സാധനം കേട്ടോ, ഒരാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഒരു സെറ്ററിൻ്റെ അകത്ത് പൊതിഞ്ഞ കേട്ടോ നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. വേറെ ആരിലും തരത്തില്ല, എൻ്റെ കയ്യിലാണ് തരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, ഒരു കുഞ്ഞെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ 6.5 മാസത്തിൽ വെറും 1 കിലോ തൂക്കത്തിൽ ജനിച്ച കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിക്കുഞ്ഞിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. അകത്തെ പാർട്സ്, അത് സ്കിന്നൊന്നും ഒരിച്ചിരി കട്ടി പോലും ആയിട്ടില്ല, അത്രയേ ഉള്ളൂ, ഒരു ഉള്ളിത്തൊലി പോലെ. അന്നാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും സമാധാനിക്കേണ്ടതും എന്താ പറയേണ്ടത്, ചിരിക്കേണ്ടതൊക്കെ ഒരു ദിവസമല്ലേ നമ്മുടെ മക്കൾ ജനിക്കേണ്ട ദിവസം. പ്രത്യേകിച്ച് ഇയാൾ ജനിക്കുന്ന എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം തന്നെ കേട്ടോ. പക്ഷേ ഞാൻ ഒത്തിരി കരഞ്ഞതും ഒത്തിരി വിഷമിച്ചതും ഒരു ദിവസമായിരുന്നു അന്ന്. അതൊന്നും നമുക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അത് കേൾക്കുന്നവർക്ക് എന്തോരം മനസ്സിലാവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇന്നീ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ ഇത്ര ആയതിനു ശേഷമാണെന്ന് വേണം പറയാനായിട്ട്. അത്രയുമായിരുന്നു. ഒരിക്കലും അവളെ ഇത്രയാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. ഡോക്ടർ പോലും ഒരു 20% മാത്രമേ ഇയാളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആളൊന്ന് ഹെൽത്തി ആയിട്ട് കിട്ടുമോ എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ കോങ്കണ്ണ് വരാൻ ചാൻസ് ഉണ്ട്, കേൾവിക്കുറവ് കാണുമായിരിക്കും, ഹാർട്ടിന് 4 ഹോള് കാണുമായിരിക്കും, നടക്കാൻ ചിലപ്പോൾ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഈ ഇടിയപ്പം കടലക്കറിയും തിന്നുന്ന ആൾ 9-ാം മാസം നിൽക്കാൻ തുടങ്ങിയ ആളാണ് കേട്ടോ. കാരണം അതുപോലെ ഞാൻ ഈശ്വരനെ വിളിക്കുകയും അവൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത്. നമ്മൾ ഈശ്വരനെ വിളിച്ചിട്ട് മാത്രം കാര്യമില്ല, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ കിട്ടിയ ആളാണ് നമ്മുടെ മൗലി മോൾ. ഇപ്പം 7-ാം ക്ലാസ്സിലായി കേട്ടോ, 13 ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇപ്പോഴും ഒരു പനിയോ വിമിഷ്ടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം കണക്കാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, സ്കൂളിൽ പോകണമായിരുന്നു. സ്കൂളിലോട്ട് ലഞ്ചെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ സ്കൂളിൽ വിട്ടു. പക്ഷേ അവർക്ക് അന്നേ ദിവസം പഠിത്തമില്ലായിരുന്നു. പോയിട്ട് തിരിച്ച് വന്നൊരു 9:30 ആയപ്പോഴത്തേക്കും വെള്ളക്കെട്ട്, നല്ല മഴയായിരുന്നു ആലപ്പുഴ ജില്ലയ്ക്ക്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ എനിക്കും എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ടൊന്ന് പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് കരുതിയിട്ട് അടുക്കളയൊക്കെ മഴയും കൂടെ ആയതുകൊണ്ടൊന്നും പറയണ്ട, മുഴുവൻ അഴുക്കായിരുന്നേ. അപ്പോൾ അതെല്ലാം മുഴുവൻ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്, നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുമ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊരു തലവേദന പറഞ്ഞു. തിരിച്ച് അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ തലവേദന കൂടി കൂടി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ വണ്ടി വെച്ചതിനാൾക്ക് ബോധം ഒന്ന് പോയി. ഇപ്പം ചിരിച്ചൊക്കെ സ്കൂളിൽ പോകുന്ന കണ്ടില്ലേ. അപ്പം ബോധം ഒന്ന് പോയി കേട്ടോ. ആൾക്ക് ബോധം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിക്കകത്ത് വെച്ച് അങ്ങനെ വന്നപ്പോഴേ ഞാനും ഏട്ടനും ഒക്കെ പാനിക്കായി. ശരിക്കും ഏട്ടൻ വണ്ടി ഓടിക്കുമല്ലേ. നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് തൊട്ടടുത്ത വീട്ടിലോട്ട് ആളെ പൊക്കിക്കൊണ്ട് പോയി മുഖത്ത് വെള്ളമെല്ലാം തളിച്ചെങ്കിലും ആൾക്ക് ബോധമൊന്നും വീണില്ല. ശരിക്കും നമ്മൾ തല കറങ്ങിയെങ്കിലും ആടെ കൈയൊക്കെ അങ്ങ് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് ആളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ആകെ ബോധം വീണെങ്കിലും എന്താ അങ്ങനെ വന്നതെന്ന് അറിയാത്തത് കൊണ്ട് അവരവിടെ നമ്മൾ അഡ്മിറ്റാക്കി EG എടുത്ത്
ന്യൂറോയെ കാണിച്ച് MRI എടുത്ത് MRIയുടെ റിസൾട്ട് വരാൻ കുറച്ച് ദിവസം താമസിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ ഡിസ്ചാർജ് ആക്കി. ഒരു 5 ദിവസം അഡ്മിറ്റ് ആവേണ്ടി വന്നു. ബാക്കി ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പം മാസം തികയാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ഇതുവരെയും പ്രശ്നമൊന്നും ഇല്ല. ഇത്രയൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അവൾക്കിങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനും ഇച്ചിരി ടെൻഷനായിരുന്നു എന്താണെന്ന് അറിയാത്തത് കൊണ്ട്. പ്രത്യേകിച്ച് MRIയിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അതിൻ്റെ ഫിലിം കിട്ടിയായിരുന്നു. ഫിലിം കിട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവൻ റിസൾട്ടും കിട്ടിക്കഴിയുമ്പം പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജായി. ആൾ ഓക്കെ ആയിട്ട് വരുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് മരുന്നും കൂടെ ഉണ്ട് കുറച്ച് ദിവസത്തേക്ക്. ഹെൽത്തൊക്കെ ഒത്തിരി മോശമായിരുന്നേ. അപ്പം ആ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എടുക്കുന്നത് വരെ സ്കൂളിൽ വിടത്തില്ല. അപ്പോൾ ഇതാണ് മോൾക്ക് സംഭവിച്ചത്. എല്ലാവരും കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അവൾ ഇത്രയും മാസം ഇതൊക്കെ പ്രസവിച്ചതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും അല്ല. ഇപ്പം അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരോടും ഇതൊന്ന് എത്തിക്കണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കേ.